ടോർച്ചർ ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. ആക്ച്വലി അത് തന്നെയല്ലേ, ലിറ്ററലി അത് തന്നെയല്ലേ ടോർച്ചറിങ്. ആ വാക്ക് ഇപ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. അത് മാത്രമല്ല, ഏറ്റവും അവസാനം ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തി വന്ന് പറഞ്ഞ അലിഗേഷൻ എന്താണ്? BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ, ഞങ്ങളൊക്കെ കാൻഡിഡേറ്റ്സ് ആയിരുന്നല്ലോ, ഞാനും അഞ്ജലിയും പിന്നെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ കാൻഡിഡേറ്റ്സ് ആകുന്നു. അതുകൂടാതെ അമ്മയിലുള്ള മറ്റ് കാൻഡിഡേറ്റ്സിനെ നിർത്താൻ വേണ്ടിയിട്ട് BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കമ്മീഷൻ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ആ നിമിഷമാണ് 7 മണിക്കൂർ പൊരുതി നിന്ന ശ്വേതാ മേനോൻ വേദനിച്ചുകൊണ്ട് ഞാൻ അമ്മയിലെ അംഗത്വം തന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായിരുന്ന ശ്രീ ഇന്നസെന്റ്, അദ്ദേഹം MP-യുമായിരുന്നു, അമ്മയുടെ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ അയിത്തം ഉണ്ടായിരുന്നില്ല. ഗണേഷ് കുമാർ എന്ന് പറയുന്ന MLA ഒരു കാലത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകനായിരുന്നു, പിന്നീട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോട് ചായ്വുള്ള MLA ആയിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം MLA ആകാതിരുന്നത്. അതുപോലെ തന്നെ ശ്രീ മുകേഷ് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായിരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം, അദ്ദേഹം എന്നും ഇടതുപക്ഷ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ സിദ്ദിഖ് കോൺഗ്രസ് രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജഗദീഷ്, അദ്ദേഹം കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. ശ്രീ രമേശ് പിഷാരടി, അദ്ദേഹം കോൺഗ്രസിന്റെ കാൻഡിഡേറ്റുമായിരുന്നു, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ MLA-യുമാണ്. ഇവർക്കാർക്കുമില്ലാത്ത അയിത്തം ലക്ഷ്മി പ്രിയയ്ക്കും അഞ്ജലി നായർക്കും ശ്വേതാ മേനോനും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവർ കാണുക പോലും ചെയ്യാണ്ട്, അവർക്ക് യാതൊരു തെളിവുമില്ലാണ്ട് എങ്ങനെയാണ് ഞങ്ങളൊക്കെ കാൻഡിഡേറ്റ്സ് ആയതും, അല്ലെങ്കിൽ ശ്രീമതി ശ്വേതാ മേനോൻ ക്യാഷ് മേടിച്ചിട്ടാണ് BJPക്ക് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ നിർത്തിയത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ആ ഒരൊറ്റ വേദന കൊണ്ട് തന്നെയാണ് അമ്മയുടെ പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ചിട്ട് ഞങ്ങൾ നേരായ വഴിയിലൂടെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവർ ഈ അലിഗേഷൻ പറയുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഭരണസമിതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഐക്യമില്ലായ്മ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈഗോ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു ഭരണസമിതിയുടെ അണ്ടറിൽ വരുമ്പോൾ ഞങ്ങൾ ഈ 17 പേരും ഒന്നായിരുന്നു. അവിടുന്ന് അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ രാജിവെച്ച് പുറത്തേക്ക് പോയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ പിന്നീട് ഈ ഉണ്ണി ശിവപാലിനെ 1 മാസത്തേക്ക് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന വീഴ്ചകൾ കൊണ്ട് ഞങ്ങൾക്ക് മാറ്റി നിർത്തേണ്ടി വന്നതാണ്. അല്ലാണ്ട് അദ്ദേഹത്തിനോട് പുറത്തു പോകാനോ അദ്ദേഹത്തിനെ പിരിച്ചുവിടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം പോലും വന്നിട്ട് കണക്കുകൾ കൃത്യമല്ല എന്ന് പറയുമ്പോൾ ഈ കണക്കുകൾ ശരിയാക്കി കാണിക്കാൻ അമ്മയുടെ മുൻ സമിതി തന്ന കണക്കിൽ നിന്നും ചെറിയ എമൗണ്ട് മാത്രമേ ഞങ്ങൾ ചെലവാക്കിയിട്ടുള്ളൂ. ബാക്കി ചെലവാക്കിയിട്ടുള്ള പൈസ മുഴുവനും ഈ 10 മാസം ഞങ്ങൾ പെൻഷൻ കൊടുത്തതാണെങ്കിലും മെഡിസിൻസ് കൊടുത്തതാണെങ്കിലും മറ്റ് ചിലവുകൾ നടത്തിയിട്ടുള്ളതൊക്കെ ഞങ്ങൾ കണ്ടെത്തിയ സ്പോൺസേഴ്സിൽ നിന്നാണ്, അല്ലാണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ കണക്ക് അവതരിപ്പിക്കാൻ ഒരു 45 ദിവസത്തെ സമയം അത് ബൈലോ പോലും അനുശാസിക്കുന്നുണ്ട്. അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് തരാൻ അവർ സമ്മതിച്ചില്ല. അവരുടെ ഗുണ്ടായിസവും മാടമ്പിത്തരവും തന്നെയാണ് അവർ നടപ്പിലാക്കിയത്. തിരിച്ചു പോക്കില്ല അമ്മയിലേക്ക്, തിരിച്ചു പോകണ്ട എന്ന് തന്നെയാണ് തീരുമാനം. പക്ഷെ ഇന്നലെ മുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ. നോക്കട്ടെ, ഞങ്ങൾക്കും നീതി വേണമല്ലോ. ഞങ്ങൾക്ക് അമ്മ എന്ന് പറയുന്നത് ഒരു വളരെ വ്യക്തിപരമായ ഒരു ഇമോഷനാണ്, ഒരു സംഘടനയായിട്ട് മാത്രമല്ല കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ പ്രതികരണങ്ങൾ പലപ്പോഴും വൈകാരികമായി പോകുന്നതും. അമ്മയിലുള്ള അമ്മമാരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദൗത്യം, വോളണ്ടറി ആയിട്ടുള്ള ദൗത്യമാണ് ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ മാനിക്കാത്ത ഒരിടത്ത്, അതിനെ വില കൽപ്പിക്കാത്തടത്ത്, വേദനിപ്പിക്കുന്നിടത്ത് ഞങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു മെമ്പറിനാണ് ചോർത്തി കൊടുത്തത്. സാധാരണ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടാറുണ്ട്, ഇല്ലാന്ന് ഞങ്ങൾ ആരും പറയും, മാധ്യമങ്ങൾക്ക് ചോർന്നു. പക്ഷെ ഒരു മെമ്പറിന്, ഒരു ജനറൽ സെക്രട്ടറി ഇത്രയും കാര്യങ്ങൾ ചോർത്തി കൊടുക്കുക, അത് ഏറ്റവും ഗൗരവമായിട്ട് തന്നെയല്ല നിങ്ങൾ? അത് ഇനി നമ്മൾ അത് EC-യിൽ ചർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മീഡിയ മുമ്പാകെ നമ്മളൊന്നും പറയില്ല. ഇതൊരു ഇത്രയേ ഉള്ളൂ. മാധ്യമങ്ങൾ ആരൊക്കെയാണ് ചോർത്ത് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. താങ്ക് യു. അത്രയേ ഉള്ളൂ. മാധ്യമങ്ങൾക്ക് ന്യൂസ് ഉണ്ടാക്കണം. അവർക്ക് 1 സൈഡഡ് ആണെങ്കിലും അവർ എല്ലാം സൈഡിൻ്റെ ഒരു സ്റ്റോറി ചെയ്യാറില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇതുവരെയ്ക്കും ഇക്കയല്ലേ തുടങ്ങിയത്. അല്ല, എനിക്ക് വാർത്ത കിട്ടുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. വാർത്ത കിട്ടിയാൽ കൊടുക്കുക എന്നുള്ള മാധ്യമ ധർമ്മം അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറയണത്, നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഇത്രയും വർഷങ്ങളായിട്ട് കൂടെ ഉണ്ടായ ഒരാൾക്കാരാണ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻസ്. പക്ഷേ നെഗറ്റീവ് ന്യൂസിനാണല്ലോ കുറച്ചും കൂടി വ്യൂസ് അല്ലേ. സോ ഐ എം ഹാപ്പി. പക്ഷേ നിങ്ങളെല്ലാവരും നമ്മളെ ഇതുവരെയ്ക്കും സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളെ സ്ത്രീകളെ തൽപ്പത്ത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ജനറൽ ബോഡിക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഒരു അഭ്യർത്ഥന ഉള്ളൂ എല്ലാവരോടും. നല്ല പ്രവൃത്തി നമ്മൾ കൊടുക്കാറുണ്ട്. നല്ല വെറുതെ മുത്തങ്ങായി പോയ സംഭവം നിങ്ങൾ കൊടുത്തിട്ടില്ല, ബാക്കി ആരും കൊടുത്തിട്ടില്ല. 1-2-3 ദിവസങ്ങളിലാണ് വിശദീകരണത്തിനുള്ള സമയം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ
അടക്കമുള്ള വിശദീകരണം ടിനി ടോം ഇവിടെ എല്ലാ ദിവസവും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ എല്ലാവരുടെയും വിശദീകരണം വന്നിട്ടില്ല. അവരെല്ലാവർക്കും നമ്മുടെ കമ്മിറ്റീന് അത്ര വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് അവർ പറയുന്നത് അല്ലേ. സി വി ഹാവ് ടു സോൾവ് ദ പ്രോബ്ലം. നമ്മളെ സംബന്ധിച്ച് ഇവരെല്ലാവരും നമ്മുടെ മെമ്പേഴ്സാണ്. നമ്മളിവിടുന്ന് ആർക്കും പണിഷ്മെൻറ്റോ, നമ്മളിത് കോർട്ടല്ല. സോ വി വോണ്ട് ടു സോൾവ് ദ പ്രോബ്ലം. നമ്മളെ സംബന്ധിച്ച് എല്ലാം ഫ്രം എവറി മെമ്പർ ഷുഡ് ബി ഇൻ അമ്മ. ഈ ഒരു ഓഫീസ് സ്റ്റാഫ് അതുല്യയുടെ പരാതി ഇപ്പോൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. അതും വളരെ ഗൗരവമായിട്ടുള്ള പരാതി. അതിലെന്തെങ്കിലും തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്? ഐ തിങ്ക് ഇത് നമ്മൾ ലാസ്റ്റ് ടൈം സംസാരിച്ചു കഴിഞ്ഞില്ലേ. അതല്ല അല്ല, അപ്പോൾ നമുക്ക് ഇനിയും സംസാരിക്കണോ? അല്ലല്ല, അതിനുശേഷമാണല്ലോ നിയമ നടപടിയുമായി വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കിട്ടുമ്പോൾ ഞാൻ പറയാം. ഈ മുഹമ്മദിനെ നിലവിൽ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണോ ലീവിലാണോ? മുഹമ്മദ് ഒരു ഓഡിയോ മുഹമ്മദിന്റെ പുറത്ത് വന്നതിന് ശേഷം മുഹമ്മദിനെ പറഞ്ഞു വിട്ടതാണോ? പക്ഷെ ഒരു കമ്പനി പറയുമ്പോൾ മുഹമ്മദിനെ ഇവിടെ വേണ്ട എന്ന് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിൽ പ്രസിഡന്റ് എങ്ങനെയാണ് അത് അറിഞ്ഞിരിക്കുന്നത്? അല്ല, ഒരു ലീവിന് പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി സെക്യൂരിറ്റി ഏജൻസി അവർ റിപ്ലേസ്മെൻറ്റ് തരും, അത്രയേ ഉള്ളൂ. അതിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി? യെസ്, ഉണ്ട്. ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്.